കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3 പഴുത്ത മാങ്ങയും 2 പച്ചമാങ്ങ, ചെറുതായിട്ടാണ് 2 എടുത്തത് പച്ചമാങ്ങ, വലിപ്പമുള്ള മാങ്ങ കാണുന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിക്ക് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഒരു പാനിലോട്ട് 1 ലിറ്റർ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയും പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കാൻ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. അതൊന്നിരുന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ആ ഒരു ഫ്രൂട്ടിയുടെ ഒക്കെ കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അതും നോക്കിയിട്ട് നമുക്ക് ചേർത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ചൂട് ഫ്രൂട്ടിയാണേ. എന്നിട്ട് നമുക്കിതൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ കറക്റ്റ് ആ ഒരു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.